വിതുരനീതി മഹാഭാരതത്തിലെ ഏറ്റവും മഹത്തായ ജ്ഞാനസമ്പത്തുകളിൽ ഒന്നാണ് വിതുരനീതി. അധികാരം, ധർമ്മം, ജീവിത വിജയം, മനുഷ്യബന്ധങ്ങള്, നേതൃത്വം ഇവയെക്കുറിച്ചൊക്കെയുള്ള അമൂല്യമായ ഉപദേശങ്ങളാണ് ഇതിലുള്ളത്. അന്ധനായ രാജാവായ ധൃതരാഷ്ട്രോട് വിതുരൻ നൽകിയ ഉപദേശങ്ങളാണ് വിതുരനീതി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിതുരൻ ഒരു മന്ത്രിയായിരുന്നു. എന്നാൽ അതിനും അപ്പുറം അദ്ദേഹം ധർമ്മത്തിന്റെ ശബ്ദമായിരുന്നു. ദുര്യോധനന്റെ അധർമ്മപാതയിൽ നിന്ന് രാജ്യം രക്ഷിക്കാൻ അദ്ദേഹം പലതവണ ശ്രമിച്ചു. ധർമ്മമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. വിതുരർ പറയുന്നു, ധർമ്മത്തെ സംരക്ഷിക്കുന്നവനെ ധർമ്മം സംരക്ഷിക്കും. ധനം, അധികാരം, പ്രശസ്തി ഇവയൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ധർമ്മം ശാശ്വതമാണ്. ധർമ്മം വിട്ടാൽ നാശം അനിവാര്യമാണ്. ശരിയായത് ചെയ്യുക, അത് ബുദ്ധിമുട്ടുള്ളതായാലും. പിന്നെ കോപം മനുഷ്യന്റെ ശത്രുവാണ്. കോപം വിവേകത്തെ നശിപ്പിക്കുന്നു. ഒരു നിമിഷത്തെ കോപം വർഷങ്ങളായി പടുത്തുയർത്തിയ ബന്ധങ്ങളെ തകർക്കാം. പ്രതികരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. വിതുരര് പറയുകയാണ്, ദുഷ്ടരുടെ കൂട്ടുകെട്ട് നാശത്തിലേക്കും സജ്ജനങ്ങളുടെ കൂട്ടുകെട്ട് ഉയർച്ചയിലേക്കും നയിക്കും. നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. സത്സംഗം ജീവിതത്തെ ഉയർത്തുന്നു. ലോഭമാണ് നാശത്തിന്റെ കാരണം എന്ന് പറയുവാണ്. ധൃതരാഷ്ട്രന്റെ മകന്റെ അമിതമായ ലോഭമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായത്. ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല. സംതൃപ്തിക്കാണ് സമാധാനം നൽകാൻ കഴിയുള്ളൂ. യഥാർത്ഥ നേതാവിന്റെ ഗുണങ്ങൾ വിതുരരുടെ അഭിപ്രായത്തിൽ ഒരു നല്ല നേതാവ് എങ്ങനെയായിരിക്കണം? സത്യസന്ധനായിരിക്കണം. കോപത്തെ നിയന്ത്രിക്കാൻ കഴിയണം. മറ്റുള്ളവരെ കേൾക്കണം. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കണം. ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കണം. ഇന്നത്തെ കുടുംബ നേതാവിനും അധ്യാപകനും ഭരണാധികാരിക്കും ഈ ഉപദേശം പ്രസക്താണ്. ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാ പറയുന്നറിയോ? സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുന്നവൻ, പ്രതിസന്ധിയിൽ തളരാത്തവൻ, ജീവിതത്തിൽ അഹങ്കരിക്കാത്തവൻ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവൻ. ഇവരാണ് യഥാർത്ഥ ജ്ഞാനി. വിതുരനീതി നമ്മെ പഠിപ്പിക്കുന്നത് ധർമ്മമില്ലാത്ത ശക്തി നാശമാണ്. ജ്ഞാനമില്ലാത്ത സമ്പത്ത് അപകടമാണ്. സ്നേഹമില്ലാത്ത ജീവിതം ശൂന്യമാണ്. ധൃതരാഷ്ട്രർ വിതുരന്റെ വാക്കുകൾ കേട്ടെങ്കിലും പൂർണ്ണമായി അനുസരിച്ചില്ല. അതുകൊണ്ട് കുരുവംശം നാശത്തിലേക്ക് നീങ്ങി. ശരിയായ ഉപദേശം കേൾക്കുന്നത് മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും കൂടി വേണം. ധർമ്മം, വിവേകം, ആത്മനിയന്ത്രണം, സത്സംഗം ഇവയൊക്കെയാണ് വിതുരനീതിയുടെ 4 തൂണുകൾ.